ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്നറിയോ, നമ്മുടെ സ്വന്തം കല്ലടയാറിൻ്റെ ചരിവിലായൊരു എന്തൊരു രസമാണല്ലേ. നിങ്ങളൊന്ന് നോക്കി എന്ത് കിടില് വന്നപ്പോൾ ഈ ഇവിടെ മൊത്തം റബ്ബർ കാടും പച്ചപ്പും കാര്യങ്ങളും മൊത്തം അതിൻ്റെ തൊട്ട് താഴെ ഒരു കിട്ടില് നമ്മുടെ സ്വന്തം കല്ലടയാറ് ഗൈസ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ ആ കല്ല് വരുന്നതൊക്കെ ഇഷ്ടംപോലെ മീനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. മീനിന് നല്ല ആക്ടിവിറ്റി കാണാം. പക്ഷെ അതൊന്നും നിങ്ങൾ ക്യാമറയിലൂടെ കാണിച്ചു തരാൻ എനിക്ക് ഭാഗ്യമില്ല ഗൈസ്. കാരണം നമ്മുടെ കയ്യിലുള്ള ഫോൺ അതിന് പക്ഷേ ഉണ്ടല്ലോ ഗൈസ്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ക്വാളിറ്റി ഉണ്ട്. പക്ഷേ എങ്കിലും സൂം ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി അത്രയും കിട്ടത്തില്ല ഗൈസ്. കാരണം മറ്റൊന്നും കണ്ടല്ലോ, എനിക്കറിയത്തില്ല ഗൈസ്, എങ്ങനെ പറഞ്ഞ് നിങ്ങളെ വിശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അമ്മാതിരി കിടിലം കാഴ്ചകളാണ്. ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങളാരും വീട്ടിൽ ഇരിക്കാവുന്ന ഇറങ്ങി ഒന്ന് കാണ്. ചുമ്മാതെ എവിടുന്നേലൊക്കെ ഇരിച്ചിട്ട് പൈസ എനിക്ക് തോന്നുന്നു ഒരു ജില്ല കറങ്ങാൻ 2000 രൂപ 3000 രൂപയ്ക്ക് അകത്ത് മതി ഗൈസ്. നിങ്ങളൊന്ന് ഇറങ്ങി കറങ്ങി നോക്കി, എന്ത് കിടിലോ അല്ലേ, എന്ത് രസമാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നൊരു പാലത്തിൻ്റെ മണ്ടയ്ക്കാണ്. പിന്നെ ഇവിടുന്ന് വേണ്ടേ നേരെ കാണുന്ന വിഷ്വൽസ്. ഞാൻ പറയാം, നിങ്ങൾ വിചാരിക്കും ഇവരെന്താണോ പ്രാന്താണോ, ആരുടെ ചവിട്ടിയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് തോന്നും എനിക്കെന്താ പ്രാന്താണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഈ കാഴ്ചകളൊക്കെ കണ്ടോ, ആ വെള്ളം ഒഴുകുന്നു, അതിൻ്റെ സൈഡിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. പക്ഷെ ഒടുക്ക താഴെ പഠിക്കും. പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ പറയത്തില്ല, കാണാൻ പറ്റുന്നതല്ല, റിസ്ക് ഉള്ള ഏരിയയാണ്. കണ്ടോ എന്ത് ഭംഗിയല്ലേ. നിങ്ങൾ നോക്കി ആ വെള്ളം ഇനി ഒഴുകി ചെന്ന് ആ ഓരോ കല്ലിലും തട്ടി അവിടെ ആ ഓളം ഉണ്ടായി. എൻ്റെ മാൻ, ഞാൻ ഇപ്പോഴും പറയുവാണ്, നിങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, നിങ്ങൾ പെരയ്ക്കകത്ത് മാറി ഇരിക്കാതെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യും. ഒരു രക്ഷയില്ല കൈസ്, ഒരു രക്ഷയില്ല. കൊല്ലം കിടിലം, കൊല്ലത്തെ ആൾക്കാർ അതിമനോഹരം. സത്യമായിട്ടും ഞാനവരെ പൊക്കി പറയുന്നില്ല, കൊല്ലത്തെ ആൾക്കാർ സത്യമായിട്ടും നല്ല മനുഷ്യരാട്ടോ. സത്യമായിട്ടും എൻ്റെ കാഴ്ചപ്പാടി പറയുകയാണ്, നല്ല മനുഷ്യരാണ്. നമ്മളോട്ട് ഭയങ്കര സ്നേഹം, ഭയങ്കര കാര്യവും. നമ്മളെ കാണുമ്പോൾ ഒരു ജീവനാണ് അവർ. കാരണം അമ്മമാരാണെന്നുണ്ടെങ്കിൽ മോനെ നല്ല ഒന്നും വിളിക്കത്തില്ല, സത്യമായിട്ടും. പിന്നെ അതുപോലെ ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ. അങ്ങനെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി, നല്ല രീതിയിൽ തോന്നി. ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഞാൻ ഒരു 2 ദിവസം ഉള്ളതായിരുന്നു കൊല്ലത്ത്. പക്ഷേ എങ്കിലും എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൊല്ലത്തുനിന്ന്, ഒരുപാട്. കാരണം അവിടെ കാണാൻ നമുക്കറിയാൻ പറ്റും കേസ്, ഓരോരുത്തരും നമ്മുടെയൊക്കെ പെരുമാറുന്ന രീതി എങ്ങനെയാണെന്ന്. കൊല്ലംകാരെ നിങ്ങൾ എല്ലാവരും സത്യമായിട്ട് നിങ്ങൾ പൊളിയാട്ടോ, പറയാതിരിക്കാൻ വയ്യ. കാരണം നിങ്ങളൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കും. ബാക്കിയുള്ള ജില്ലക്കാർ കൊല്ലംകാർ ഒന്ന് വന്നൊന്ന് അവരോടൊന്ന് ഇടപഴകി നോക്കും, നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും. പിന്നെ കാണാനുള്ള ഈ കാഴ്ചകൾ, ഈ സൈഡിൽ മൊത്തം എന്ത് കാട് പിടിച്ചെടുക്കുക, കാടാണ്. പിന്നെ അതുപോലെ ഇവിടെ എല്ലാം മനുഷ്യവാസം സ്ഥലങ്ങളൊക്കെ കുറവാണ് കേട്ടോ. ഇവിടെയൊക്കെ ആണ്ടിനും സംക്രാന്തിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ആൾക്കാർ, അല്ല ഒത്തിരി ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല. കണ്ടോ മുളയൊക്കെ ഒഴുകി പോകുന്നു, ഒന്നും പറയണ്ട ഗൈസ്. ഞാൻ ഈ ആറ് കണ്ടപ്പോൾ ഇവിടെ നിന്നോ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിലൂടെ പ്രസക്തിയില്ല, അറിയാമല്ലോ. നമ്മുടെ ഒരു പ്ലാനിങ് ഇല്ലാത്തുള്ള യാത്രയാണ് ഗൈസ്. നമ്മൾ പോകുന്നതാണ് നമ്മുടെ കണ്ടന്റ്. നമ്മളിവിടെ പോയാലും ഈ റബ്ബർ കാട്ടിന് അതൊന്നും കയറേണ്ട, റിസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. എന്നെ നമ്മൾ കയറി കാണിച്ചേനെ കൊള്ളാം ഗൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഇവിടുന്ന് നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും, കഷ്ടപ്പെട്ടായിരിക്കും നമ്മളെല്ലാവരും വീട് വെക്കുന്നത്. വീട് വെച്ചിട്ട് വീടിൻ്റെ അവസാനം ഇതുപോലെ, ഇപ്പോൾ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പിക്ചർ പോലെ കഴിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ച്, വീട് പണി കഴിഞ്ഞ് 1 മാസം ആവാത്ത വീടുകളാണ് ചെതൽ കയറി നാശമാക്കുന്നത്. അപ്പോൾ ഈ ചെതൽ കയറാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല കിടില ഒരു നമുക്കൊരു സ്ഥാപനം ഇപ്പം റീസെൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ കുറേ നാളായി. പക്ഷേ ഞാൻ ഈയിടെയായിട്ടാണ് ഞാൻ അറിഞ്ഞത്. പെസ്റ്റ് ട്രാക്ക് എന്നാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവരവരുടെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു തന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവർ മിതമായിട്ടുള്ള റേറ്റിൽ 15 വർഷം, അതായത് ഒരു ടൈൽ ഇടുന്നതിനേക്കാളും മുന്നെയാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ്. നോർമലി ആ ഒരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 15 വർഷം ഒരു വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയ കാര്യം. പിന്നെ അത് മാത്രമല്ല, അത് കൂടാതെ നമ്മളിപ്പം വീട് പണി കഴിഞ്ഞ് ചെതലെല്ലാം കയറുന്നുണ്ട്, അവരിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാനേജ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് 5 വർഷം വാറണ്ടി ഇരുന്ന പോളിസി ഇവർക്കുണ്ട്. പക്ഷേ അവർ പറഞ്ഞ രീതിയിൽ ചെയ്യണം കേട്ടോ. അത് ഞാൻ ഇപ്പോഴും എടുത്ത് പറയുവാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട 15 വർഷത്തെയാണ്. കാരണം ഒന്ന് ആലോചിച്ച് ചങ്ക് പൊട്ടി ഗൾഫിലും വെളിയിലും എല്ലാം കിടന്ന് പൈസ ഉണ്ടാക്കി വീട് പണിഞ്ഞിട്ട് വീടിനകത്ത് ചെതൽ കയറുക എന്ന് പറയുന്നുള്ള അവസ്ഥ നയിച്ചു ഗൈസ്. അത് ഭയങ്കര വേദനിപ്പിക്കുന്നൊരു സംഭവമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പറ്റുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വീട് വെക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഹെൽപ്ഫുൾ ആവണം, അതിന് വേണ്ടി തന്നെയാണ് പറഞ്ഞത് ഗൈസ്. അപ്പം ലിങ്കും കാര്യങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മൊത്തം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുക. കാരണം ഈർപ്പവും വെള്ളവും ചെതലും ഒക്കെ കയറി കഴിഞ്ഞാൽ വീടിൻ്റെ അവസ്ഥ നരച്ച് ഗൈസ്, തകർന്നു പോകും. കഷ്ടപ്പെട്ട് പൈസ മുടക്കിയായിരിക്കും എല്ലാവരും ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഈ ചെറിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ മറക്കുമ്പോൾ ലക്ഷങ്ങളും കോടികളും മുടക്കി ഓരോരുത്തർ വീട് വെക്കുന്നത്. എന്നിട്ട് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മറന്നു പോകും. അവസ്ഥയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഞാൻ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒരു വനപാതയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു കിടിലൻ കാഴ്ച ഞാൻ കണ്ടത്. ഞാൻ ആ കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം. നൈസ് കാഴ്ചയാണ്. നൈസ് കാഴ്ച എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് നിങ്ങൾ കേട്ട് കാണും ഇപ്പം ചെറുതായിട്ടെങ്കിലും. ഒരു അടിപൊളി ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഗൈസ്. അയ്യോ
നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതാണ് ഒരു ഏറ്റവും പാടും ബുദ്ധിമുട്ടും നിറഞ്ഞ കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഈ ഇങ്ങനെ വരാൻ നേരത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംഭവമുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കിക്കേ എന്ത് സൂപ്പറാണ്. ഒരു അരുവി ഒഴുകുവാണ്. ഒരു അരുവി അവിടെ ഒരു അമ്മ തുണി കഴുകും. നമുക്ക് അമ്മയുടെ വീടൊന്നും പോകുന്നില്ല. ഈ അരുവി ഇങ്ങനെ ഒഴുകില്ല സൂപ്പറായിട്ട്, കാരണം കിടിലമായിട്ട്. അമ്മ ഇത് ഏത് ഇതിൻ്റെ അമ്മേ, ഏതിൻ്റെ കൈവഴിയാ ഇത്? കേട്ടില്ല. ആച്ചങ്കോയില്ല എന്തോ ഒരു സംഭവം പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്തുവാണ്. നമുക്ക് ഇറങ്ങാമോ? ഡേഞ്ചറാണോ? ആഴമുണ്ടോ? ഇല്ല, ഇറങ്ങണോ കഴിച്ച്? ഞാൻ ഇറങ്ങി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കാരണം പറ്റുന്ന കണ്ടില്ല, ഇവിടെ ആഴമൊന്നും ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. എൻ്റെ ഒന്ന് രണ്ട് ആൾക്കാരും പറഞ്ഞത് ആഴമൊന്നും ഇല്ലെന്നാണ്. പക്ഷേ എന്തായാലും ചെരുപ്പ് ഞാൻ ഊടുന്നില്ല, ചെരുപ്പ് കാലേ കിടക്കട്ടെ. എന്നാലും ഒന്ന് ഒരു ഫ്രഷ്നെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ ഗൈസ്. നമ്മളിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഗൈസ്. അയ്യോ നല്ല തണുത്ത വെള്ളം കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുത്ത കിടിലം വെള്ളം. ഒത്തിരി അങ്ങോട്ടൊന്നും പോകണ്ട. നല്ല തെന്നലുണ്ട് കേട്ടോ, നല്ല വഴുവഴുപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പാറയിൽ കൂടെ നടക്കാതെ പാറയുടെ അപ്പുറത്തൂടെ നടക്കാം. വെള്ളം എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ തെളിഞ്ഞ വെള്ളം, സൂപ്പർ തെളിഞ്ഞ വെള്ളമാണേ. കൊള്ളാം, നൈസായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു വെള്ളത്തിൽ ഒന്ന് ഇറങ്ങാൻ പറ്റുമെന്നോ വെള്ളച്ചാട്ടം കാണുന്നോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ റോഡിൽ കൂടെ പോകുന്നൊരു സൈഡിൽ കൂടെ കണ്ടപ്പോൾ ഒരു ഒന്ന് സൈഡിൽ കൂടെ പോയപ്പോൾ ഒന്ന് കണ്ടതാണ്. ഞാൻ അതുവഴി മണ്ടയ്ക്ക് കൂടെ പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ടതാണ് ഒരു കിടിലം വെള്ളച്ചാട്ടം. എന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഇറങ്ങിയെടുത്തുകൂടെ ഇത്രയ്ക്ക് കിടിലമായിട്ട് ഒഴുകി നടക്കുന്ന വെള്ളം. എൻ്റെ അമ്മ ഒന്ന് ആലോചിച്ച് എന്ത് രസമാണ്. നിങ്ങളെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എല്ലാം നിങ്ങൾ വരണം, അന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ക്യാമറയ്ക്ക് എത്ര കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. സത്യമാണ് ഗൈസ്, എനിക്ക് ക്യാമറയ്ക്ക് എത്ര കണ്ടാൽ മനസ്സിലാവത്തില്ല. എൻ്റെ ഗൈസ് എന്ത് തണുത്താണ്. ഞാൻ മുഖത്ത് മൊത്തം എണ്ണയാണ്. മുഖത്തെ അടിക്കെല്ലാം പോയി. അത് തണുത്തുള്ള ഒഴിക്കുമ്പോഴത്തേക്കും ഇവിടെ ഫ്രഷ്നസ് ഉണ്ടല്ലോ ഗൈസ്, വേറെ ലെവല്. ഒരു ഉപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, കിടിലം. അരുവിയിൽ നിന്ന് വരുന്ന വെള്ളം. എൻ്റെ കൈസ് ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വെള്ളത്തിൽ വെക്കാൻ പറ്റത്തില്ല, വരടൻ്റെ പോകണം, അഗ്രനെ കൊല്ലും. ഇന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ വെക്കി കാണിക്കുന്നത് കൈസ്. ഇതിനകത്ത് മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും അരുവിയിലെ വെള്ളത്തിനകത്ത് മുഖമൊക്കെ കഴുകി സൂപ്പറായി കിടിലമായി കഴിച്ചു. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട്. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചായിരുന്നു. ഫുഡ് കഴിച്ചെല്ലാം കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാതെ വേറൊരു നല്ല സ്ഥലങ്ങൾ നോക്കാണ്ട് ഇങ്ങനെ ചുമ്മാ റാൻഡമായിട്ട് ഇറങ്ങിയത്. എനിക്കറിയത്തില്ല ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് ഒന്നും. പക്ഷേ പോയപ്പോൾ ഇങ്ങനെ പാലരുവി ഇങ്ങനെ കിടക്കുന്ന കാഴ്ച. അപ്പം ഇത് കണ്ടിട്ട് എങ്ങനെ കയറി വീഡിയോ എടുക്കാതെ പോകാൻ പറ്റും, നിങ്ങൾ തന്നെ ഒന്ന് പറ. എന്തായാലും എൻ്റെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതുപോലെ അവിടുന്ന് അവിടെ വലിയ ഒഴുക്കോ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വരുമ്പോഴാണ് ഇത് അരുവിയായിട്ട് മാറുന്നത്. അരുവിയല്ല, ഈ വെള്ളം ഇങ്ങനെ വെള്ള കളറി വരുന്ന സംഭവമില്ലേ, അതായിട്ട് മാറുന്നത്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് മൊത്തം കാടും കാവുമാണ്. പിന്നെ അമ്മമാർ അവിടെ നിന്ന് തുണി നനയ്ക്കുന്നുണ്ട്. ഗൈസ് ഇത് ഫുള്ള് ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ അമ്മേ? ഇത് ഫോറസ്റ്റ് ഏരിയ ആണോ? ഫോറസ്റ്റ് ആണോ? ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്. അയ്യോ, ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ? നമ്മൾ അനധികൃതമായിട്ട് എങ്ങും മടിഞ്ഞു കയറിയിട്ടൊന്നുമില്ല. ഇവിടെ വന്ന് കട വരുന്നുണ്ടെങ്കിൽ കുളിക്കാനും ഇന്ന് നനയ്ക്കാനൊക്കെ വരുന്ന കടവാണ് കേട്ടോ. സാർമാരെ ഒന്നും ബുക്ക് ചെയ്തല്ലേ. പക്ഷെ ഇവിടെ വെച്ച് മുഖം കഴുകാൻ തോന്നുന്നു കേട്ടോ. കാരണം നല്ല തണുത്ത വെള്ളം, നല്ല ഫ്രഷ് വെള്ളമാണ്. ഹെൽമെറ്റ് വെച്ചിട്ട് തല ഒന്നാമത് പെരുത്ത് നാശമായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ എന്തായാലും എൻ്റെ ഗൈസ് മീൻ കാണാൻ പറ്റുന്നുണ്ടോ? കിടിലൻ മീൻ എന്നാണ് മൊത്തം പരര്. അയ്യോ, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെള്ളത്തിൽ കിടക്കുന്ന വീട്ടില്ലേ ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ മണ്ടയ്ക്കോട്ട് കയറാം. മണ്ടയ്ക്കോട്ട് കയറി നമുക്ക് പെയ്യെ പോവാം. അതേ നടക്കത്തുള്ളൂ. അല്ലാതെ ഇനി ഇവിടെ ഒത്തിരി നേരം നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമയം പോവാ എന്നുള്ളതല്ലാതെ ഒരു സംഭവം ഒന്നും ഉണ്ടാവത്തില്ല. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഇവിടെ നിൽക്കാൻ രസമാണ് ഗൈസ്. എന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല, അത് തന്നെ കാര്യം. അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ഥലത്തിനോട് ഇവിടെ പറഞ്ഞങ്ങനെ പോവാണ് ഗൈസ്. വിഷമമുണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല. ബാക്കി ഏരിയ കൂടെ കവർ ചെയ്യണ്ടേ ഗൈസ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കായിരുന്നു. വിഷമമുണ്ട്. ഇനിയും മണ്ടയ്ക്കോട്ട് കയറണം. അതാണ് ഒരു മെനക്കേട്. അപ്പം ഗൈസ്, നമ്മുടെ തൽക്കാലത്തെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും. ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ബാക്കി പോർഷനും കൂടെ വരുമായിരിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഒത്തിരി ലെങ്ത് ആയിക്കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ ലെങ്ത് ഒത്തിരി നമുക്ക് പറ്റുന്നില്ല, വെച്ചാൽ മൊത്തം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പറയണ്ടോ അതെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പം ഇതിലും കിട്ടിലും മറ്റൊരു വീഡിയോ കാണുന്നിടം വരെ സീ യു ഗൈസ് എന്ന് പറയുന്നതിനേക്കാളും മുന്നേ കുറച്ചുകൂടെ കാഴ്ചകൾ കാണിച്ചു തന്നല്ലോ. എനിക്ക് നോക്കട്ടെ, കൊണ്ടേക്കോട്ട് കയറട്ടെ. കണ്ട എല്ലാവരും വീഡിയോ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. നൈസ് കേട്ടോ. ഇവിടെ കാറുകളും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലൊരു കിടിലം പാലം. അയ്യോ എന്തോ എത്ര വർഷം മുന്നേ പാലമാണോ കനാലാണോ കരിങ്ങാണോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമാണ് ഗൈസ്. എന്താണ് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും നൈസൊരു അനുഭവമാണ്. ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. അത്യാവശ്യം മുഖം കഴിയുമ്പോണ്ടല്ലോ ഒരു വേറെ ലോകം കിട്ടിയ പോലെ. ഈ കുന്ന തല വെച്ച് പിടിക്കാരില്ലായിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ പറയുന്നത് നമുക്കൊക്കെ ശരിയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഊപ്പടളകും ഗൈസ്. അപ്പം ഗൈസ് അത്രേ ഉള്ളായിരുന്നു. മുമ്പേ വിട്ടൊരു പാമ്പ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. വേറെ പാമ്പ്, മറ്റേ ഇഴയുന്ന പാമ്പല്ല, നമ്മളെപ്പോലെ നടക്കുന്ന പാമ്പ് ഇഴഞ്ഞ് നടക്കുമായിരുന്നു. ഒരു വീഡിയോ ഒന്നും എടുത്തില്ല, പോട്ടെ കഷ്ടം. അങ്ങനെ ഇനി ബോധം വന്നിട്ട് ഇനി എന്നെ വന്ന് ഇടിക്കണം. എന്തിനാ ആവശ്യമില്ലാത്തോടിക്ക് പോകുന്നത്, മുട്ടം വിറ്റായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്നാൽ ഇതിലും കിട്ടിയിട്ട് മറ്റു വീഡിയോ കാണുന്നിടം വരെ ബൈ. പിന്നെ നിങ്ങൾ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ. ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ബൈ.